ഇറാനിൽ നിന്ന് ശക്തമായ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. നെതന്യാഹുവിൻ്റെ ഓഫീസ് ലക്ഷ്യമിട്ടാണ് മിസൈൽ നീങ്ങിയത്. രണ്ട് സുപ്രധാന ആളുകളെ വകവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ നടത്തിയ ഒരു സർപ്രൈസ് അറ്റാക്കാണ്. ഇതിൻ്റെ ഫലമെന്ത് എന്നതിൽ ഒരു വ്യക്തതയില്ല. പക്ഷേ ഫലം അത്ര ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ വാർത്തയാകില്ല എന്ന സന്ദേശം തന്നെയാണ് നൽകുന്നത്. കിരൺ, എന്തായാലും യുദ്ധത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോഴും അതിന് പൂർണ്ണ സ്ഥിരീകരണം വന്നിട്ടില്ല. IRGCയുടെ അവകാശവാദം അനുസരിച്ചാണെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിനു നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. ഇറാൻ്റെ ഖൈബർ ഷേക്കൻ ബാലിസ്റ്റിക്കൽ മിസൈലുകളാണ് ഈ ഓഫീസിനു നേരെ പതിച്ചതെന്നും രണ്ട് സുപ്രധാന നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണമെന്നുമെല്ലാം IRGC പറയുന്നു. എന്തായാലും അക്കാര്യത്തിൽ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. മനു, മറ്റ് അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ വാർത്താ ഏജൻസികളോ ആരെങ്കിലും ഈ വിവരം സ്ഥിരീകരിച്ചതായി അങ്ങനെ ഒരു റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടുണ്ടോ? എല്ലാവരും IRGCയുടെ ഈ പ്രതികരണങ്ങൾ അതേപോലെ കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ളൊരു അവകാശവാദമുണ്ട് എന്ന ഒരു പ്രതികരണം മാത്രമാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഔദ്യോഗികമായൊരു സ്ഥിരീകരണം വരേണ്ടത് ഇസ്രയേലിൽ നിന്നാണ്. എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമാക്കേണ്ടത് ഇസ്രയേലാണ്. ആ ഘട്ടത്തിൽ ഈ എയർഫോഴ്സ് കമാൻഡറുടെ ആരോഗ്യ സാഹചര്യം എന്നത് വളരെ സുപ്രധാനം. തോമർ ബാർ ആണല്ലോ അവിടുത്തെ ഇസ്രയേലിൻ്റെ ഈ കമാൻഡർ ഓഫ് എയർഫോഴ്സസ്, ഇസ്രായേലി എയർഫോഴ്സ്. ഈ തോമർ ബാറിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം ഉയരുന്നു. ബെന്യാമിൻ നെതന്യാഹുവിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യങ്ങൾ ഉയരുന്നു. പക്ഷേ ഇതുവരെ ഒരു വാർത്തയും ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. സുപ്രധാനമായ ഏജൻസികൾ ഇത് സംബന്ധിച്ച് ഒരു കൃത്യമായ അതിന് വാർത്ത സ്ഥിരീകരിച്ചതായി വ്യക്തമാക്കുന്നില്ല. പക്ഷേ ഇറാൻ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കുന്നു, ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ ആസ്ഥാനത്തേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലമെന്ത് എന്നറിയാൻ ഇനി കാത്തിരിക്കേണ്ടി വരും. അത് ഫലം അത്ര നന്നാവില്ല എന്ന വിവരങ്ങളാണ് അവർ നൽകുന്നത്. രണ്ട് സുപ്രധാന കേന്ദ്രങ്ങളിലേക്ക് വളരെ അപ്രതീക്ഷിതമായി ഒരു ആക്രമണം നടത്താൻ കഴിഞ്ഞു എന്നതാണ് IRGC ഇവിടെ വലിയ ഒരു നേട്ടം എന്ന തരത്തിൽ, ഈ യുദ്ധരംഗത്ത് ഉണ്ടായ സംഭവത്തിൽ വലിയ നേട്ടം എന്ന തരത്തിൽ എടുത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഈ മേഖലയിലെ യുദ്ധത്തെ സംബന്ധിച്ച ഏറ്റവും വലിയൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഇനി സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിനു നേരെ ഇറാൻ ആക്രമണം നടത്തിയതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചിരിക്കുന്നു. IRGC അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. ഇത് സംബന്ധിച്ച ഇൻ്റർനാഷണൽ മാധ്യമങ്ങളടക്കം IRGCയുടെ അവകാശവാദം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ മറുപടി വരേണ്ടത് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നാണ്. ഈ ഓഫീസിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ള പ്രമുഖർ അവിടെ ഉണ്ടായിരുന്നോ? ഇനി നെതന്യാഹു തന്നെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ജീവന് എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടോ? അത്തരത്തിലേക്കുള്ള വിവരങ്ങളൊക്കെ ഇനിയും പുറത്തു വരേണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ അത്തരമൊരു തിരിച്ചടി ഇസ്രായേൽ പറയുന്ന ഒരു രാജ്യത്തിന് നേരെ അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇനിയും കനത്ത യുദ്ധത്തിൻ്റെ കാഠിന്യം വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. ആ തരത്തിൽ പക്ഷേ ഇപ്പോഴും സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ വെറുതെ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനൊരു അവകാശവാദം IRGC ഉന്നയിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. IRGCയെ സംബന്ധിച്ച് അവരുടെ അഭിമാനത്തിന്, അവരുടെ നിലനിൽപ്പിന് തന്നെ മുറിവേറ്റ് നിൽക്കുകയാണ്. ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയെ ഇസ്രയേൽ കൊലപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ സുപ്രധാന നേതാക്കളെ അടക്കം കൊലപ്പെടുത്തിയിരിക്കുന്നു. ആ രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അതിശക്തമായ രീതിയിലേക്കുള്ള തിരിച്ചടിയുമായി ഇറാൻ നിൽക്കുന്നത്. ഇറാൻ നേരത്തെ F-15 യുദ്ധവിമാനങ്ങളടക്കം, അമേരിക്കയുടെ യുദ്ധവിമാനമടക്കം അടിച്ചിട്ടിരുന്നു. ആദ്യമായിട്ടാണ് F-15ൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു യുദ്ധത്തിലും ആ യുദ്ധവിമാനം തകർക്കാൻ ഒരു എതിരാളികൾക്കും ഇതുവരെയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു യുദ്ധവിമാനം തകർക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിൻ്റെ ആയുധ ശേഷിയുമായി പരിഗണിച്ചാൽ, താരതമ്യപ്പെടുത്തിയാൽ ഇസ്രയേലുമായി പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ള ഒരു രാജ്യമല്ല ഏതെങ്കിലും ആയുധ ബലത്തിലോ അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളിലോ ഒന്നും തന്നെ. പക്ഷേ
ഇറാനെ സംബന്ധിച്ച് ഒരു പ്രത്യാക്രമണത്തിന് ശേഷിയുള്ള രാജ്യമാണ്. അതിനുള്ള സംവിധാനം ഉള്ള രാജ്യമാണ് ഇറാൻ. അതിനുള്ള പരിശീലനമുള്ള രാജ്യമാണ്. അങ്ങനെ വിൽ പവറുള്ള സൈന്യം ഉള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ആ തരത്തിലാണ് എല്ലാ കാലത്തും നിലനിന്നിട്ടുള്ളത്. GCC രാജ്യങ്ങളടക്കം ഇറാനെ പല വിഷയങ്ങളിലും ഒപ്പമില്ലാതെ നിൽക്കുമ്പോഴും ഇറാനെതിരായ നിലപാട് സ്വീകരിക്കുമ്പോഴുമൊക്കെ പ്രതിരോധത്തിൻ്റെ ആക്രമണത്തിൻ്റെ ഒക്കെ വലിയ ചരിത്രമുള്ള ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. ഇറാൻ്റെ പരമോന്നത നേതാവിനെ തന്നെ ആക്രമിച്ച് കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇറാൻ എന്ന രാജ്യത്തിൻ്റെ അഭിമാനത്തിന് നേരെ ഏൽക്കുന്ന ഏറ്റവും കനത്ത ആക്രമണം തന്നെയാണ്. ഇതിലും വലിയൊരു ആക്രമണം ഇറാന് ലഭിക്കാനില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടാവും എന്നുള്ള മുന്നറിയിപ്പ് പലതവണ ഇറാൻ നൽകിയിരുന്നു. ഇപ്പോഴാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, ഇറാൻ്റെ സേന, IRGC ഔദ്യോഗികമായി തന്നെ പറയുന്നു, ഞങ്ങൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഖൈബർ ഷേക്കൻ ബാലിസ്റ്റിക്കൽ മിസൈലുകളാണ് വർഷിച്ചത്. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നത് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നു. ഈ ആക്രമണത്തിൽ നെതന്യാഹു ഓഫീസിൽ ഈ സമയം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ടോ, അദ്ദേഹത്തിന് ജീവനോടെ ഇപ്പോഴുമുണ്ടോ, അങ്ങനെ പലതരം സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇനി ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ടോ എന്നോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ടില്ല, വാർത്ത നിഷേധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടൊക്കെ വരേണ്ടത് ഇനി ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നാണ്. ലോകത്തെ പ്രധാനപ്പെട്ട വാർത്താ ഏജൻസികളാകെ IRGCയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. മനു, ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന്, പല രാജ്യങ്ങളുടെ റഡാർ സംവിധാനങ്ങളുടെ നിരീക്ഷണത്തിലാണല്ലോ ഈ ഇസ്രയേലായാലും ഇറാനായാലും ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ പലരുടെ ഉപഗ്രഹങ്ങളിലൊക്കെ ഇതിൻ്റെ ദൃശ്യങ്ങൾ പതിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഏതെങ്കിലും വിവരം ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടോ? കിരൺ, ഇത് സംബന്ധിച്ച് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോറിൻ്റെ പ്രസ്താവന മാത്രമാണ് പുറത്തു വരുന്നത്. അവർ ഒരു കാര്യം വ്യക്തമാക്കുന്നു, ടെൽ അവീവിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ ആസ്ഥാനത്തേക്കാണ്. 76-കാരനായ ഈ ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ നിലവിലെ സാഹചര്യമെന്ത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. എന്നാൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ചും വ്യക്തതയില്ല. അതോടൊപ്പം തന്നെ അവിടെ എയർഫോഴ്സ് കമാൻഡറുടെ ആസ്ഥാനത്തും ആക്രമണം നടന്നിട്ടുണ്ട്. ഖൈബർ ഷേക്കൻ ബാലിസ്റ്റിക് മിസൈലിൻ്റെ ആക്രമണമാണ് നടന്നത് എന്ന് പറയുമ്പോൾ അത് ഒരല്പം ആശങ്ക പരത്തുന്ന സാഹചര്യമാണ്. 1450 കിലോമീറ്റർ അല്ലെങ്കിൽ 900 മൈൽ ദൂരത്തുള്ള ഒരു ടാർഗറ്റ് വളരെ കൃത്യമായി അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഇറാനിയൻ സംവിധാനമാണ് ഈ ഖൈബർ ഷേക്കൻ ബാലിസ്റ്റിക് മിസൈൽ. ഇത് ഇറാനിൽ ഈ മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ വിഭാഗത്തിൽ പെടുന്നതാണ്. ഇത് ഖര ഇന്ധനം ഉപയോഗിച്ച്, സോളിഡ് ഫ്യൂവൽ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു സോളിഡ് ഫ്യൂവൽ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മിസൈൽ സംവിധാനമാണ്. ഇത് IRGC വികസിപ്പിച്ചെടുത്ത 3ാം തലമുറയിൽപ്പെട്ട ഒരു സംവിധാനമാണ്. ഇത് 2022-ലാണ് ഈ ഖൈബർ ഷേക്കൻ മിസൈലുകൾ IRGC പുറത്തിറക്കുന്നത്. അത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.